കെ സരൺകുമാർ ഇന്നിപ്പോൾ വന്ന വിവിധ പ്രതികരണങ്ങളാണല്ലോ തുടക്കത്തിൽ കാണിച്ചത്. ജില്ലാ നേതൃത്വം ഇങ്ങനെയൊരു വിഷയമേ ഇല്ല എന്നും ഇത് മാധ്യമ കോലാഹലമാണ് എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വം ഗൗരവത്തിൽ ഈ വിഷയം കാണുന്നു എന്ന് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ തന്നെ പ്രതികരിച്ചതാണ്. മുഖ്യമന്ത്രിയും മാധ്യമ വാർത്ത മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇതിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് നിഷേധിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വം രംഗത്ത് വരുന്നത്? സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ ഘടകത്തോട് പറഞ്ഞു എന്നെല്ലാം എന്ത് ആധികാരികമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ, പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വന്നപ്പോൾ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി. ഇന്നും പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാഷ് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇന്നലെ മറുപടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ PWD മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ് മറുപടി നൽകി. ഇന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി പി മോഹനനും കോഴിക്കോട് പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിലൊരു വിഷയം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പാർട്ടിയുടെ മുന്നിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ നേതാക്കന്മാരെല്ലാം ഇന്നലെ പ്രതികരിച്ചത്. നമുക്കറിയാം, ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇതുപോലൊരു വാർത്ത വന്നപ്പോൾ അത് പരിശോധിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കുക എന്നത് നമുക്കറിയാം ഒരു സ്വാഭാവികമായിട്ടും നടക്കേണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു വിഷയം പാർട്ടിയുടെ മുന്നിൽ വരികയോ ഈ വിഷയം പാർട്ടി നേരത്തെ പരിഗണിക്കുകയോ അതനുസരിച്ച് ഏതെങ്കിലും മൂടി വയ്ക്കുകയോ അത് വേണ്ടത്ര ഗൗരവത്തോടെ കാണാതിരിക്കുകയോ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. PSCയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മാതൃകയായി തന്നെയാണ് കേരളത്തിന്റെ PSC പോകുന്നത്. 25 സംസ്ഥാനങ്ങളിൽ PSC നിയമനത്തിന്റെ പട്ടികയെല്ലാം പുറത്തു വന്നപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 34,110 നിയമനമാണ് കഴിഞ്ഞ ഒരു വർഷം നടന്നത്. ഇന്ത്യയിലാകെ നടന്നത് 51,498. ഏകദേശം പകുതിയിലധികം നിയമനം ഈ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത്. PSC അംഗങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ നടക്കുന്ന ഇന്റർവ്യൂവും ടെസ്റ്റും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. നിയമനത്തിലേക്ക് കടന്നിട്ടില്ല. നിയമനത്തിന് വേണ്ടി കോഴ നൽകിയെന്നും ആ കോഴ കൊടുത്തിട്ടും നിയമനം ലഭിച്ചില്ല എന്നുള്ളതുമാണല്ലോ പരാതി വന്നത്. അതിൽ ആ 22 ലക്ഷം രൂപ തിരികെ കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ ശ്രമം നടക്കുന്നു എന്നുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെയാണിപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്? ഈ കോക്കസ് പ്രവർത്തിക്കുന്നു, ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന് ചുറ്റുവട്ടം ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളി അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു, അവിടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നു, ചില നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ള പരാതി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്ക് നൽകിയതാണ്. അതിന്മേൽ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രതിനിധികളിൽ തന്നെ ചോദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ പ്രതിനിധി ആർ ശ്രീജിത്ത് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രമോദ് കൊട്ടൂരിയുടെ കാര്യത്തിലാണ് ഞാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം പുറത്ത് അത് നിഷേധിക്കുന്നുമില്ല. ഈ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും അദ്ദേഹം നിഷേധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ആർക്കാണിത് മറച്ചു വെക്കേണ്ടത്? അല്ല, ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ പരാതി ഉണ്ട് എങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ കേന്ദ്രത്തിൽ വരുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എന്തെങ്കിലും പരാതിയോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുന്നിൽ ഇത്തരത്തിലൊരു വിഷയം വന്നിട്ടില്ല എന്ന് ആധികാരികമായി തന്നെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നം എന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനത്തിനെതിരെ വരുന്ന ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം എന്ന രൂപത്തിൽ ആ സ്ഥാപനത്തെ ദുരുപയോഗപ്പെടുത്താനും ഏതെങ്കിലും തരത്തിൽ കൊള്ളലാഭം ഉണ്ടാക്കാനോ ഇടലാഭം ഉണ്ടാക്കുവാനോ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള പരിശോധന നടത്തും എന്ന് തന്നെയാണ് പ്രസ്ഥാനം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആരെങ്കിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമോ ഏതെങ്കിലും കോക്കസ് പ്രവർത്തിക്കുന്നതോ ഏതെങ്കിലും വ്യവസായി പ്രവർത്തിക്കുന്നതോ അത്തരത്തിലുള്ള ഒരു വിഷയവും പാർട്ടിയുടെ ശ്രദ്ധയിലില്ല. അങ്ങനെ എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള വിവരമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടുക. അന്നേരം നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം പറയാം, പരിശോധിക്കാം. അതായത് മാധ്യമങ്ങൾ വിവരങ്ങൾ പുറത്തുവിടുന്നതിനനുസരിച്ചാണ് പാർട്ടി പ്രവർത്തിക്കുക. പാർട്ടി ഇതിലൊരു പരിശോധന നടത്തേണ്ടതില്ല എന്ന് താങ്കൾ പറയുന്നു. സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു, അതിന്മേൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്ന വാർത്ത താങ്കൾ നിഷേധിക്കുകയാണ് അല്ലേ? പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നടക്കുന്ന ചർച്ചയോ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടക്കുന്ന ചർച്ചയോ ഏതെങ്കിലും സംഘടനാ ഘടകങ്ങൾ നടത്തുന്ന ചർച്ച അത് ആധികാരികമാണ് എന്ന രൂപത്തിൽ നിരന്തരമായിട്ട് വാർത്ത പ്രക്ഷേപണം ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു തൊഴിലായി മാറിയിട്ടുണ്ട്. അതൊരു കലയായി സ്വീകരിച്ച മാധ്യമങ്ങളുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ഈ വാർത്തയെല്ലാം പൊട്ടത്തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും ഒരു വരി പോലും തിരുത്തു കൊടുക്കാത്ത മാധ്യമങ്ങളുമുണ്ട്. ഇപ്പൊ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ശ്രീ EP ജയരാജൻ സഖാവ് സീതാറാം യെച്ചൂരിയെ വിമർശിച്ചുകൊണ്ട് ഇന്നന്ന ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞ് പേര് വെച്ച ആധികാരികമായിട്ടുള്ള വാർത്ത 2 ദിവസം മുമ്പ് ഒരു പത്രം കൊടുത്തു. എന്നാൽ സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞു, ഈ കേന്ദ്ര കമ്മിറ്റി
യോഗത്തിൽ ഇ പി ജയരാജൻ ചർച്ചയിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ശരി, അപ്പോ ഒന്നോ രണ്ടോ വാർത്തയുടെ ഒരു കാര്യങ്ങൾ അങ്ങനെ ക്ഷാമമൊക്കെ വരുമ്പോൾ നിരന്തരമായിട്ടുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യും. അതിന്റെ പുറത്ത് ചർച്ച നടക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പാർട്ടിക്കകത്ത് നടത്തിയ ചർച്ചകളുടെ വിവരങ്ങൾ മാധ്യമങ്ങളിൽ അതേപടി വന്നിട്ടുണ്ട്. അത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു കാര്യമാണ്. അതിലൊരു പുതുമയുമില്ല. വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കെ പുറത്തു വന്നല്ലോ. അതിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ അത് തന്നെയായിരുന്നല്ലോ. ധാർഷ്ട്യം, അടിമുടി ധാർഷ്ട്യം, അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ നിഷേധിച്ചാലും ഇത് അടച്ചിട്ട് പരിഹരിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ കരുതുന്നത്. നിങ്ങൾ ഒരു വശത്ത് തെറ്റുതിരുത്തൽ എന്നൊരു പ്രക്രിയയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, മറുവശത്ത് വരുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ക്ലീനാണ് എന്ന് പറയുന്നു. അങ്ങനെയാണോ കാര്യങ്ങൾ പരിഹരിക്കുക? ഞങ്ങളുടെ ഘടകം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ, പരിശോധനയുണ്ട്, വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്, തിരുത്തലുകളുണ്ട്, അതുപോലെ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും, അതുപോലെ സമകാലീന വിഷയങ്ങൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യും. അതിലെന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഓരോ അംഗത്തിനും രേഖപ്പെടുത്താനുള്ള അവസരം കിട്ടും. പ്രത്യേകിച്ച് ഈ പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിവ്യൂ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഓരോ പാർട്ടി സഖാക്കൾക്കും അവരവരുടെ ഘടകത്തിൽ കൃത്യമായി റിവ്യൂ റിപ്പോർട്ടിനെ അനുബന്ധമായി ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ സ്വയം വിമർശനവും ചൂണ്ടിക്കാണിക്കലുകളും തിരുത്തലുകളും എല്ലാം ഉണ്ടാകും. അവയെല്ലാം വലിയ പ്രശ്നമാണ് ഈ പാർട്ടിയിൽ. ഈ പാർട്ടിയിലോ വലിയ പ്രതിരോധത്തിലാണ് എന്ന രൂപത്തിൽ ലീഡിംഗ് വാർത്തയും ബ്രേക്കിംഗ് ന്യൂസുകളെല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ ഞങ്ങളുടെ ഒരു സംവിധാനമുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനകൾ ഏറ്റവും ക്രിയാത്മകമായി നടത്തി കുറവുകൾ കണ്ടെത്തി തിരിച്ചു വരുന്ന പാരമ്പര്യം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അത് നമ്മൾക്ക് മുൻപും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ പല ചർച്ചകളിൽ നമ്മൾ സംസാരിച്ചു പോയിട്ടുണ്ട്. 77-ൽ ഒറ്റ സീറ്റ് കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നതും 2019-ൽ ഒരു സീറ്റ് കിട്ടി ഏറ്റവും ദയനീയ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾ വലിയ രൂപത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്നത് ഇത്തരത്തിലുള്ള പരിശോധനയും തിരുത്തലും നടത്തുമ്പോഴാണ്. അതുപോലെ സ്വയം പരിശോധന നടത്തുമ്പോഴാണ്. ആ സംവിധാനമാണല്ലോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ വരുന്നത്. എന്തായാലും ഇത് നിങ്ങളുടെ ആഭ്യന്തര വിഷയമല്ല. പി എസ് സിയിൽ അംഗത്വത്തിനു വേണ്ടി കോഴ നൽകാൻ ശ്രമിച്ചു എന്നത് നിങ്ങളുടെ ആഭ്യന്തര വിഷയമല്ല, പാർട്ടി ആഭ്യന്തര വിഷയമല്ല. താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് എ എം രോഹിത്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.